മൂവാറ്റുപുഴ റബ്ബർ മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ ഭൂമിയും ആസ്ഥാന മന്ദിരവും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. 10 കോടി രൂപയോളം വിപണി വിലയുള്ള കെട്ടിടവും സ്ഥലവും കേവലം 3 കോടി രൂപയ്ക്ക് വിൽക്കുവാനുള്ള നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. 10 കോടി രൂപയോളം വിപണി വിലയുള്ള മൂവാറ്റുപുഴ റബ്ബർ മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ ആസ്ഥാന മന്ദിരവും ഭൂമിയും കേവലം 3 കോടി രൂപയ്ക്ക് വിൽക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. നഗരഹൃദയത്തിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലുള്ള വിലപിടിപ്പുള്ള ആസ്ഥാന മന്ദിരവും ഭൂമിയും തുച്ഛമായ വിലയ്ക്ക് കൈക്കലാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരും ഭരണസമിതിയും ഒത്തുകളിക്കുന്നുവെന്നാണ് ആരോപണം. ഇതിനെതിരെ സേവ് സൊസൈറ്റി ഫോറം പ്രവർത്തകരും സംഘം ജീവനക്കാരും ചേർന്ന് സംഘം ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. അതീവ രഹസ്യമായാണ് വിൽപ്പന നടപടികൾ പൂർത്തിയാക്കാൻ അധികൃതർ ശ്രമിക്കുന്നതെന്ന് സേവ് സൊസൈറ്റി ഫോറം ആരോപിച്ചു. 2018 ഭരണസമിതിയെ പിരിച്ചുവിട്ട് 3-അംഗ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടത്താൻ അധികൃതർ തയ്യാറായില്ല. നിലവിലുള്ള 13 കോടി രൂപയുടെ കടബാധ്യതയിൽ 8 കോടി രൂപയും സഹകരണ വകുപ്പിന് നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാണ് ഉണ്ടായതെന്ന് ഫോറം ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായ നഷ്ടം ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരിൽ നിന്നും ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ഈടാക്കണമെന്ന 2021 വിജിലൻസ് ശുപാർശയും 2023 ഹൈക്കോടതി ഉത്തരവും നടപ്പാക്കാതെയാണ് ഇപ്പോൾ സ്വത്തുവകകൾ വിറ്റഴിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ആക്ഷേപം. ധർണ KP ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു. മുൻ വൈസ് പ്രസിഡന്റ് പയസ് മാതേക്കൽ അധ്യക്ഷത വഹിച്ചു. PP മത്തായി, കുഞ്ഞ് വള്ളമറ്റം, PS ഇസ്മായിൽ, റോയ് മാതേക്കൽ, ജോയ് സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് ജാഥയായി എത്തിയ പ്രവർത്തകർ നിവേദനം നൽകി. അഴിമതി നിറഞ്ഞ ഈ വിൽപ്പന നടപടികളുമായി മുന്നോട്ടു പോയാൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ഫോറം ഭാരവാഹികൾ വ്യക്തമാക്കി.